രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠനാണ് ഒപ്പമുള്ളത്. CR, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് K സുധാകരൻ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കണ്ട് നിലപാട് അറിയിച്ചതോടെയാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിലേക്ക് നീണ്ടത്. ആദ്യം ചോദിക്കാനുള്ളത്, ഈ ചെന്നിത്തല, VD സതീശൻ ഇവരെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ KC മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണോ? KC മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണോ എന്ന ചോദ്യത്തിന് ഒരു സംശയമില്ല. KC കേരളത്തിലെ സീനിയർ നേതാവാണ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇതിനു മുമ്പ് ഇവിടെ മന്ത്രിയായിരുന്നിട്ടുണ്ട്, MP ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. അത്തരത്തിൽ MLA ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് KC യോഗ്യനാണോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തിൽ ഒരുപാട് പേർ യോഗ്യരായിട്ടുണ്ട്. സതീശനും ചെന്നിത്തലയും KCയും, ഇനി വേണമെങ്കിൽ K മുരളീധരന്റെ പേര് കൂടി ഞാൻ പറയും. ഇവരൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാനും അല്ലെങ്കിൽ ഏത് സ്ഥാനം വഹിക്കാനും യോഗ്യരായ ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ KC വേണുഗോപാലിന്റെ ജനസമ്മതിയും നേതൃപാടവവും കേരളത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വാദമാണ് K സുധാകരനും KC അനുകൂലിക്കുന്നവരും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത്, ഇത്തവണ വലിയ പരാതികളില്ലാതെ, വിമതരുടെ ശല്യം പോലും ഇല്ലാതെ, പ്രചാരണത്തിന് പണത്തിന്റെ കുറവ് പോലും ഇല്ലാതെയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ്. അതിന് കാരണം KC ആണ് എന്നാണ് പലരും പറയുന്നത്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ KC ഫാക്ടർ ഉണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ KC ഫാക്ടർ ഉണ്ട്, യാതൊരു സംശയവുമില്ല. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയത്തിനകത്ത്, വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായെങ്കിൽ പോലും വളരെ കുറച്ച് സമയത്തിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. 3 ദിവസം എടുത്തിട്ടുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം, CPM 90 സീറ്റുകളിലേക്ക് ആദ്യം പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മൾ പിന്നെ കണ്ട ഒരു കാര്യം, അവസാനത്തെ 4 സീറ്റ് LDFന്റെ ആരാ സ്ഥാനാർത്ഥികളെന്ന് കണ്ടുപിടിക്കാൻ കുറെ സമയം എടുത്തു. അവസാനത്തെ 4 സീറ്റ്, അത് 2 സിറ്റിംഗ് സീറ്റ് അടക്കം, താനൂരും അതുപോലെ തിരുവനന്തപുരവും മറ്റ് 2 സീറ്റുകളും. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത് വളരെ വേഗം നടന്നിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ അതിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തവണ മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉള്ളതുപോലെ ഒരു ഭരണം ഇല്ലാതിരിക്കുമ്പോഴും പണം വലിയ കുറവ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ BJPയും CPMുമായി താരതമ്യം ചെയ്യുമ്പോൾ വേണ്ടത്ര പണം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹോർഡിംഗ് വയ്ക്കാനും പോസ്റ്റർ വയ്ക്കാനും ഒക്കെ, പരസ്യം കൊടുക്കാനും. പക്ഷെ എങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ, പ്രചരണത്തെ കൊണ്ടുവരാൻ KCക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ KC ഫാക്ടർ ഉണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ആ KC ഫാക്ടർ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഫാക്ടറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സതീശൻ ഫാക്ടറാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെന്നിത്തല ഫാക്ടറും ഉണ്ട്. സതീശൻ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന് പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. താഴെ തട്ടിൽ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് സതീശനുള്ള പിന്തുണ KCക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ താഴെ തട്ടിൽ പ്രവർത്തകരുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. KC മുകളിൽ നിന്ന് മാനേജ് ചെയ്ത ആൾ. ഇത് രണ്ടും വേണം പാർട്ടിക്ക്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, രണ്ടും ആവശ്യമാണ്. പക്ഷേ ഇപ്പൊ സുധാകരനെ പോലെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. സുധാകരൻ അങ്ങനെ കണ്ടു പറഞ്ഞിട്ടുണ്ടോ? സുധാകരന് താല്പര്യമുണ്ടോ? പക്ഷെ കേരളത്തിലെ ഒരു പ്രശ്നം, എനിക്കൊരാളോട് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരാളോട് വിരോധമുണ്ടെങ്കിൽ മറ്റൊരാളെ വെച്ച് അത് തീർക്കുക എന്ന രീതിയാണ് കോൺഗ്രസിൽ പല പാർട്ടികളിലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. CPMലും അങ്ങനെ ചില കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോ അത്തരം രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണോ എന്നൊരു ചോദ്യം. അപ്പോ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഹൈക്കമാൻഡ് തന്നെയാണ്. MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് MPമാർ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. MPമാർ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അവരെ മുഖ്യമന്ത്രിയാക്കണ്ടേ. അപ്പൊ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇപ്പോഴും എല്ലാം എയറിലാണ്. നമുക്ക് പറയാൻ പറ്റില്ല ആർക്ക് വേണ്ടിയാ തീരുമാനം എടുക്കണേന്ന്. ഈ സുധാകരൻ പറഞ്ഞു, അല്ലെങ്കിൽ PJ കുര്യൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമാവില്ല. മാത്രമല്ല, ഞാൻ ഇപ്പോഴും കാണുന്നത്, മുമ്പൊരിക്കൽ ഇതുപോലെയുള്ള ചാനലുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര സീറ്റിന് UDF ജയിക്കും, ആദ്യം ജയിക്കണം. 2, എത്ര സീറ്റ് കിട്ടും എന്നത് മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു ഘടകമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. സതീശൻ അവകാശപ്പെടുന്ന പോലെ 90-ന് മീതെ 100-നടുത്ത് കിട്ടുകയാണെങ്കിൽ സതീശൻ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതൊരു വലിയ വികാര തരംഗമാണ്. ആ തരംഗം ഉണ്ടെങ്കിൽ ആ തരംഗത്തിന് ഒരു ഉത്തരവാദി സതീശനാണ്. സതീശന്റെ കൂടെ നിൽക്കുന്ന ആളും ഷാഫി അതുപോലെയുള്ള ആളുകളും. അല്ല, മാനിപ്പുലേറ്റ് ചെയ്താണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടെങ്കിൽ അതിൽ
ഫസ്റ്റ് ചോയ്സ് ചെന്നിത്തലയായിരിക്കും, രണ്ടാമത്തെ ചോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരിക. ഇനി രണ്ടുപേരും തമ്മിൽ തർക്കം തീർക്കാൻ കേസി വരുന്നു എന്ന രൂപത്തിലാണെങ്കിൽ അതിന് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ പറയാം. 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ വേണ്ടി വരും. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ തുടക്കത്തിന് കല്ലുകടിയാവാൻ ജനങ്ങളുടെ ഇടയിൽ അയ്യോ ഇത് വേണ്ടായിരുന്നു, എന്നാൽ ഇയാൾക്ക് ആദ്യമേ മത്സരിക്കായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ വരാം. 2 ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കും എന്ന് ഞാൻ കരുതുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ അനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എങ്കിൽ കൂടി വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം താങ്കളും കണ്ടു കാണും. KC മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടാണ് വെള്ളാപ്പള്ളിയും സ്വീകരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? സതീഷിനെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരു പ്രസ്താവന നടത്തിയതാണോ വെള്ളാപ്പള്ളി? അല്ല, വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് ന്യായീകരണം കണ്ടെത്താനൊന്നും ഞാനില്ല. കാരണം ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ 90%, 99% നിലപാടുകൾ എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിൽ ഒരു വിഷ നിലപാടെടുക്കുന്ന ഒരാളാണെന്നാണ് പണ്ടേ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏതായാലും പിണറായി വിജയനാണ് കേരളത്തിന്റെ ദൈവം, കേരളത്തിനെല്ലാം പിണറായി വിജയൻ തന്നെ 3ാമതും വരും എന്നൊക്കെ ഈ അടുത്ത ദിവസം വരെ പറഞ്ഞിരുന്ന ആൾ പെട്ടെന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും. അപ്പൊ LDF ജയിച്ചാൽ KC മുഖ്യമന്ത്രിയാവില്ലല്ലോ, UDF ജയിച്ചാലല്ലേ പറ്റൂ. അപ്പോ വെള്ളാപ്പള്ളി നടേശന് തോന്നി തുടങ്ങി UDF ജയിക്കുമെന്ന്. അപ്പോൾ പിന്നെ സതീശനെ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന്റെ ഏറ്റവും ബെസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് തന്നെ ആളുകൾ ബഹുമാനിക്കുന്നത് ഇത്തരം സാമുദായിക നേതാക്കന്മാരുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ അദ്ദേഹം തയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പറയുന്നത് ഉറപ്പായും UDF ജയിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെയും രക്ഷ കിട്ടണമല്ലോ, അപ്പൊ ആരെങ്കിലും വേണം. ആ അർത്ഥത്തിൽ ഇപ്പൊ സതീശനെ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള നിലയ്ക്കാണ് KC വേണുഗോപാലിനെ പറയുന്നത്. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് KC വേണുഗോപാലിന് ദോഷകരമായി വരുന്നതാണ്. കാരണം ഇന്ന് കേരളത്തിലെ UDF വോട്ടർമാരിൽ അല്ലെങ്കിൽ UDFന്റെ പ്രവർത്തകരിൽ 99% വെള്ളാപ്പള്ളി നടേശനെതിരാണ്. ഇത് അത്ര വൃത്തിയായിട്ട് വർത്താനം അയാൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയുള്ള ഒരാൾ എന്നുള്ളത് KC വേണുഗോപാലിന്റെ മെറിറ്റ് കുറയ്ക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തൊക്കെ തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം ആരെ നിർദ്ദേശിച്ചാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണല്ലോ. പക്ഷേ സമീപകാലത്ത് കോൺഗ്രസ് ഭരണം പിടിച്ച സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാണ്. രാജസ്ഥാനിലും കർണാടകയിലും തെലങ്കാനയിലുമെല്ലാം നമ്മളത് കണ്ടതാണ്. രാജസ്ഥാനിൽ ജയിച്ചപ്പോൾ PCC പ്രസിഡന്റായി പാർട്ടി നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയായത് അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു. കർണാടകയിൽ ഇതേ സ്ഥിതി തന്നെ ഉണ്ടായി. DK ശിവകുമാറാണ് പാർട്ടിയെ നയിച്ചത് എങ്കിലും മുഖ്യമന്ത്രി പദം കിട്ടിയത് സിദ്ധാരാമയ്യയ്ക്കാണ്. തെലങ്കാനയിലും മാറ്റമുണ്ടായില്ല. MLA-മാരുടെ പിന്തുണയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. കേരളത്തിലും ഇതിന് സമാനമായിരിക്കും കാര്യങ്ങൾ എന്നാണ് പലരും വിലയിരുത്തുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മുഖ്യനെ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഈ ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ നിർണായകമാണല്ലോ. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഭൂരിഭാഗവും പേരും KC അനുകൂലികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് MLA-മാരിൽ ഹിതപരിശോധന നടത്തുകയാണെങ്കിൽ മുൻതൂക്കം KC വേണുഗോപാലിനായിരിക്കുമോ? ഒന്നാമത് MLA-മാരൊക്കെ ജയിച്ചു വരട്ടെ. ഏത് MLA-മാർ ജയിക്കും, ഏത് MLA-മാർ തോൽക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആരുടെ MLA-മാർ കൂടുതൽ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത് MLA-മാർ ഇപ്പൊ നിശ്ചയിച്ചത് KC ആണെങ്കിലും MLA-മാർക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. ജനങ്ങളുടെ വികാരം MLA-മാരുടെ ഉള്ളിലുണ്ട്. കാരണം അവർക്ക് ഇനി നിൽക്കണം, ജയിക്കണം, നാട്ടുകാരുടെ അടുത്ത് പോകണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് KC നിർദ്ദേശിച്ച ആളാണ് എന്നതുകൊണ്ട് മാത്രം KCയെ പിന്തുണച്ചോളണമെന്നില്ല. അത് അങ്ങനെ ഒരു വരാം. മൂന്നാമത്തെ കാര്യം, തീർച്ചയായും ഭൂരിപക്ഷ MLA-മാരുടെ അത് കണക്കിലെടുക്കുക എന്നുള്ളത് രീതിയാണ്. പക്ഷെ അതിൽ ചിലപ്പോഴൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. 2 കേസ് നമുക്കറിയാം. ഒന്ന്, രാജസ്ഥാനിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശോക് ഗെഹ്ലോട്ടിനെ കൊണ്ടുവന്നത് അവിടെ യഥാർത്ഥത്തിൽ യുദ്ധം നയിച്ച ആൾ പുറത്താവുകയും അശോക് ഗെഹ്ലോട്ട് അവിടെ വരികയും ചെയ്തു. മധ്യപ്രദേശിലും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കർണാടകയിൽ ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ ഇപ്പോഴും അവിടെ ചെറിയ ചെറിയ കലഹങ്ങൾ DK ശിവകുമാർ ചെയ്യുന്നുണ്ട്. തെലങ്കാനയിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. തെലങ്കാനയിൽ അങ്ങനെ ഒരു ചലഞ്ച് രേവന്ത് റെഡ്ഡിക്ക് ഒരിക്കലും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. രേവന്ത് റെഡ്ഡി നേരെ എല്ലാത്തിലും വന്നാണ്. അപ്പൊ നമുക്ക് ഈ സംസ്ഥാനങ്ങളൊന്നും നമുക്ക് ഒരുപോലെ എടുക്കാൻ പറ്റില്ല. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉണ്ടാവുക എന്നത് പ്രധാനം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ, കാരണം കോൺഗ്രസിൽ കുറെ കാലമായിട്ട് കോൺഗ്രസിൽ എപ്പോഴും A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, 3ാം ഗ്രൂപ്പ്, 4ാം ഗ്രൂപ്പ്, പരിവർത്തനവാദി ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തിരുത്തൽവാദിയൊക്കെ ഉണ്ട്. ഇപ്പൊ ആ ഗ്രൂപ്പുകളുടെ ഏതാണ്ട് പ്രസക്തി നഷ്ടപ്പെട്ട പോലെയാണ് ഞാൻ കാണുന്നത്.
കാരണം ഇപ്പൊ എ ഗ്രൂപ്പിന് അങ്ങനെ എ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുന്ന കുറെ ആളുകൾ, അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിലൊക്കെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കെ സിയും ചെന്നിത്തലയും തിരുത്തൽവാദി ഗ്രൂപ്പിലായിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ കെ സിക്ക് ഒരു പ്രിഫറൻസ് വരാൻ സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോഴും ഈ പറഞ്ഞതുപോലെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ, ഒരു അസംബ്ലിയും ഒരു പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി UDF-ന്റെ മുമ്പിൽ ഉണ്ടാവും. അത് വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കുകയും ചെയ്യും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ KC മേൽക്കൈ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ KCയെ ഘടകകക്ഷികൾ അംഗീകരിക്കുമോ? പ്രത്യേകിച്ചും ലീഗിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? ലീഗ് സപ്പോർട്ട് ചെയ്യുമോ? പൊതുവെ എനിക്ക് തോന്നുന്നത് ലീഗ് ഇതിൽ നേരിട്ട് ഇടപെടാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ട് കോൺഗ്രസിന് അത് കിട്ടിക്കോട്ടെ എന്നായിരിക്കും കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ ബാലൻസ്ഡ് ആയ ഒരു വീക്ഷണമാണ് ലീഗ് എടുത്തിട്ടുള്ളത്. എങ്ങനെയും UDF-ന്റെ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണ് എന്നുമാണ് ലീഗ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ഥാനാർത്ഥി നിർണയം അടക്കം ചെയ്തിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് കോൺഗ്രസിൽ ഒരു കുത്തിത്തിരിപ്പിന് ലീഗ് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് വളരെ വേഗം അതിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം എന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലിപ്പോ ഹൈക്കമാൻഡ് എല്ലാ കമാൻഡും ചേർന്ന് ഏതെങ്കിലും ഒരാളെ നിശ്ചയിച്ചാൽ ലീഗ് വേണ്ടാന്ന് പറയില്ല. ഇനി ലീഗിനോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ലീഗ് ആരുടെ പേര് പറയും എന്നൊരു ചോദ്യം. ലീഗിനോട് കൂടി ഒരു പക്ഷേ ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കാം. കാരണം രണ്ടാമത്തെ കക്ഷിയാണ്. ലീഗിന്റെ പിന്തുണ ലീഗിന്റെ വിജയത്തിന് മാത്രമല്ല, ഈ UDF-ന്റെ മൊത്തം വിജയത്തിന് ലീഗിന്റെ പിന്തുണ നിർണായകമാണ് എന്ന അർത്ഥത്തിൽ വന്നാൽ ലീഗ് ആരുടെ പേര് പറയും എന്നത് അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു തോന്നൽ ഇപ്പോഴും സതീശന്റെ പേര് അവർ പറയാൻ സാധ്യതയുണ്ട് എന്നാണ്. അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ഓളം സൃഷ്ടിച്ചിട്ടുള്ളത് സതീശനാണ്. പ്രത്യേകിച്ചും സതീശന്റെ വെള്ളാപ്പള്ളിക്കെതിരായ ശക്തമായ നിലപാടുകളൊക്കെ ലീഗിന്റെ രാഷ്ട്രീയത്തെ സഹായിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു സ്വതന്ത്രമായ വിലയിരുത്തലാണ്. ആര് മുഖ്യമന്ത്രിയായാലും UDF ഭരണത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, കോൺഗ്രസ് പോട്ടെ എന്ന നിലപാടായിരിക്കും ലീഗ് പൊതുവെ എടുക്കുക. താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഒരുപക്ഷെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ ചെന്നിത്തല, സതീഷ് ഇവർ എന്ത് നിലപാട് സ്വീകരിക്കും? കോൺഗ്രസിൽ മറ്റൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുമോ? അതോ ഇവരെ കൂടി അണിനയിപ്പിച്ചു കൊണ്ടുപോകാൻ KCക്ക് കഴിയുമോ? ആര് മുഖ്യമന്ത്രിയായാലും മറ്റു 2 പേരെ ചേർത്ത് നിർത്തിക്കൊണ്ടല്ലാതെ കോൺഗ്രസിന് ഇപ്പൊ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സമവായത്തിലേക്ക് കോൺഗ്രസിന് പോകാൻ പറ്റും. ഏകപക്ഷീയമായി രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ സതീശനെയോ ഒഴിവാക്കിക്കൊണ്ട് KCയെ തീരുമാനിച്ച് ഹൈക്കമാൻഡ് വരികയാണെങ്കിൽ, ഇവരെ പിണക്കിക്കൊണ്ട് വരികയാണെങ്കിൽ അത് എളുപ്പമായിരിക്കില്ല. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയം എങ്ങനെയൊക്കെയോ ഭരണം കിട്ടുന്ന ഒരവസ്ഥയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരവസ്ഥയിൽ KCയെ അല്ല ആരെ കൊണ്ടുവന്നാലും, സതീശനെ വന്നാലും ഇത് തന്നെയാണ് പ്രശ്നം. സതീശനെ കൊണ്ടുവന്നാലും ചെന്നിത്തലയും KCയെയും അല്ലെങ്കിൽ മറ്റാളുകളെയും ഒരു സമവായത്തിൽ ഉറപ്പിച്ച് നിർത്തി കൊണ്ടുപോകേണ്ടി വരും. ആർക്കായാലും, ചെന്നിത്തലയാണെങ്കിലും അത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ഏകപക്ഷീയമായി ഒരു അടിച്ചേൽപ്പിക്കൽ സംവിധാനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവരെ കൂടി ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളിക്കുക, അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കുക, അങ്ങനെ മുമ്പോട്ട് പോവുക എന്ന സ്ഥിതിയുണ്ട്. അവർക്ക് ഒരുപക്ഷെ അവർ മന്ത്രിസഭയിൽ ചേരുകയാണെങ്കിൽ നല്ല വകുപ്പുകൾ അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അവരെ അർത്ഥത്തിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് സാധ്യത. അതാണ് വേണ്ടത്. വളരെയധികം നന്ദി ശ്രീ CR നീലകണ്ഠൻ. എന്തായാലും UDF ജയിച്ചു വന്നാൽ മാത്രമാണ് ഈ ചർച്ചയ്ക്കൊക്കെ കാര്യമുള്ളൂ. എന്തായാലും UDF ജയിച്ചു വരുമോ എന്ന് തന്നെ കണ്ടറിയാം.